ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മളത് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് അതിലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൈനാപ്പിൾ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് പൈനാപ്പിളിൻ്റെ ജ്യൂസുണ്ട്. ശേഷം നമ്മളതൊരു പാൻ അടുപ്പിൽ വെച്ച് നമ്മുടെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് അതിലൊഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ഇത് തിളച്ച് പൊങ്ങി വരുമ്പം തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മളതിൻ്റെ മുകളിൽ വരുന്ന പതയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയണം. നമ്മളങ്ങനെ തീ കുറച്ചിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും. നമ്മുടെ സിറപ്പ് അത്യാവശ്യം ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ച് കൊടുക്കണം. ശേഷം നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കാവേ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.